ഈ ഒരു മസാല വെച്ചിട്ട് മീൻ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പൊരിച്ച് നോക്കണേ. അപ്പോൾ നമ്മുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 6-7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 4-5 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മുടെ മീനിൻ്റെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളകും 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും 1 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകവും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ എണ്ണ കൂടെ ചേർത്ത് ഒരു 2-3 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാല വെച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. മസാല പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിന് മുകളിലായിട്ട് ഒരു 3 തണ്ട് കറിവേപ്പിലൂടെ ഒന്ന് വെച്ചതിന് ശേഷം കറിവേപ്പിലയുടെ മുകളിലായിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനൊന്ന് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.